നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി വിത്ത് അഖില. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു പുതിയ രീതിയിൽ വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ കുറച്ച് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദി സീക്രട്ട് സെൽഫ് കെയർ എന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് ഒറക്കിൾ കാർഡ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക, ഫാമിലി റിലേറ്റഡ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. സോ സെൽഫ് കെയർ എന്ന് പറഞ്ഞുള്ള ഓറക്കിൾ കാർഡ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് നമ്മൾ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സെറ്റ് ഓഫ് കാർഡ്സാണ് സെൽഫ് കെയർ കാർഡ്സ്. നമുക്ക് ഇന്ന് ഇതിൽ നിന്ന് കുറച്ച് റീഡിങ്സ് നോക്കാം. സോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഞാനിതിൽ നിന്ന് 3 കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് 3 കാർഡ്സ് എടുക്കുന്നതായിരിക്കും. ഇതിലെന്താണ് വരുന്നതെന്നുള്ളത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ബിക്കോസ് ഇതിൻ്റെ കാർഡ്സിൻ്റെ പേരുകളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരിക്കും. അതുകൊണ്ട് നമുക്കിതിലെ കാർഡ്സ് ചൂസ് ചെയ്യാം. Please give guidance on my progress. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ ബി സ്റ്റിൽ എന്നും പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ദെൻ സിങ് എന്നും പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ദെൻ ഹൈഡ്രേറ്റ് എന്നും പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാർഡുകളാണ്. ബി സ്റ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഏതെങ്കിലും എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെവി ഷെഡ്യൂൾ ഉള്ള അല്ലെങ്കിൽ ബിസി ഷെഡ്യൂളിൽ പെട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും വർക്ക് റിലേറ്റഡോ ഫാമിലി റിലേറ്റഡോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വളരെയധികം ടെൻസ്ഡാണ്, നമ്മൾക്ക് അതിന് ഒന്നിനും ടൈം കിട്ടാതെ നമ്മൾ ആ കാര്യങ്ങളിലെല്ലാം വളരെയധികം ബിസി ആയിട്ട് നിൽക്കുകയാണ്. ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുകയാണ്, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ബി സ്റ്റിൽ, അതായത് ചില സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക, നമ്മൾ കാമാകുക, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചില സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് ടെൻഷൻ ആവാതെ, വറീഡ് ആവാതെ ചില കാര്യങ്ങളെ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക, നമ്മൾ കാമായിട്ടിരിക്കുക. അതായത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക, ദെൻ റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് വറീഡ് ആവുകയോ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. ഭഗവത്ഗീതയിൽ പോലും പറയുന്നത് അതാണ്. നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അധികാരത്തിലുള്ളത്. അതിൻ്റെ ഫലം നമ്മുടെ അധികാരത്തിലുള്ളതല്ല, നമ്മുടെ കൺട്രോളിലല്ല എന്ന് പറയുന്നത്. നമ്മളുടെ കൺട്രോളിലുള്ളത് നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെപ്പോഴും എക്സോസ്റ്റഡ് ആവുന്നത്, വറീഡ് ആവുന്നത്, കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ടാണ്. സോ അങ്ങനെയുള്ള വറീസ് എല്ലാം മാറ്റി വെച്ചിട്ട് ബി സ്റ്റിൽ,
കാമായിട്ടിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക. ഇത്രയും ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെല്ലാം ശരിയായ വിധത്തിൽ നടക്കുമെന്നുള്ളതാണ്. സോ സംടൈംസ് വി റിക്വയർഡ് റെസ്റ്റ്. നമ്മൾക്ക് വേണ്ടിയിട്ട് വിശ്രമിക്കുക. അതും അങ്ങനെയും നമ്മൾക്ക് ടൈം കണ്ടെത്തുക. ദെൻ സിങ്. മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ടെൻഷൻ മാറ്റാൻ പറ്റുന്ന ഒരു ഘടകമാണ്. മ്യൂസിക്കിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ വറീസിനെ മാറ്റി നമ്മളുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പാട്ടിന് സാധിക്കും. സോ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പോൾ പാട്ട് പാടാൻ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പം പ്രായമൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ പല കാര്യങ്ങളും പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിപ്പോൾ പ്രായമൊന്നും പ്രശ്നമില്ല. ഓൺലൈനായിട്ട് പോലും പഠന സൗകര്യങ്ങൾ, പാട്ട് പാടാനും പഠിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. സോ പാട്ടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അത് ഉള്ളിലുള്ളവരാണ്, സംഗീതം ഉള്ളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പാടാൻ ആഗ്രഹമുള്ളവർ, പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും സമയം കണ്ടെത്തി അതിന് പഠിക്കുക. ദെൻ ഹൈഡ്രേറ്റ്. ഏറ്റവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹൈഡ്രേറ്റ് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് പോലും വളരെ ചൂടുകാലമാണ്. സോ ഫിസിക്കലി നമ്മൾ ഒരുപാട് ടയേർഡ് ആകുന്ന സമയമാണ്. ജലം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ടൈം പീരീഡ് കൂടിയാണിപ്പോൾ. അതുമാത്രമല്ലാതെ തന്നെ നമ്മളുടെ ശരീരത്തിന് ജലാംശം എപ്പോഴും ആവശ്യമുള്ളതാണ്. സോ ധാരാളം വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ടൈം വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകുന്നുണ്ടാവാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ജലം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അതിന് ആ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. വെള്ളം നമ്മുടെ ദാഹം മാറ്റുന്ന ഒരു കാര്യം മാത്രമല്ല, നമുക്കൊരു ക്ലെൻസിങ്ങും കൂടി ജലത്തിലൂടെ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു, അത് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് പുറമെ ഒരു ക്ലെൻസിങ് നൽകുന്നു. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റേർണലായിട്ടും നമുക്ക് ക്ലെൻസിങ് നടക്കുന്നുണ്ട്. സോ വെള്ളം എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് ഫാക്ടറാണ്. ക്ലെൻസ് ചെയ്യാൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് വാട്ടർ. സോ വെള്ളം നമ്മൾ ധാരാളമായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ധാരാളം ജലം കുടിക്കുക, നമ്മൾ മ്യൂസിക് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടൈം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ മ്യൂസിക് എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും. നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കരുത്. താല്പര്യമുള്ളവർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബി സ്റ്റിൽ എന്ന് പറയുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾക്ക് റെസ്റ്റ് നൽകുക, അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ ഇന്ന് സെൽഫ് കെയറിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ 3 കാർഡുകളാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക. താങ്ക് യു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.